മലബാറിലെ കാഴ്ചകളിലേക്ക് തന്നെ പോകാം. കോഴിക്കോട് ബീച്ചിലേക്ക് പോകാം. ഒരുപക്ഷെ അത്രത്തോളം ആവേശം വേറെ എവിടെ ഉണ്ടാവില്ല. ചിലപ്പോൾ അഭിജിത്ത് മുഴക്കുന്നാണ് ചേരുന്നത്. അഭിജിത്ത്, എന്താണ് കാഴ്ചകൾ? ആരാധകരൊക്കെ അവിടെ നിരന്ന് തുടങ്ങിയോ? ബീച്ചിലൊക്കെ എനിക്ക് തോന്നുന്നു വലിയ LED സ്ക്രീനുകളിലൊക്കെ മത്സരം കാണിക്കുന്നുണ്ടല്ലേ? അതെ അതെ, മലബാറിന്റെ കാര്യം നേരത്തെ അവിടെ ആരോ പറയുന്നത് കേട്ടു. മലബാറിന്റെ ആവേശമാണ് ഫുട്ബോൾ, ആവേശമാണ് ആവേശം. ഞാനിപ്പോഴുള്ളത് കോഴിക്കോട് ബീച്ചിലാണ്. ഇവിടെ നമുക്ക് കാണാം ഒരു കൂറ്റൻ അർജന്റീനയുടെ കൊടി ഇവിടെ പിടിച്ചുകൊണ്ട് ആരാധകർ നിൽക്കുന്നതാണ്. ഏകദേശം 80 മീറ്ററോളം ദൂരമുണ്ട് ഈ കൊടിക്ക് എന്നുള്ളതാണ് ഇവർ പറയുന്നത്. അതിങ്ങനെ വീശിക്കൊണ്ട് അർജന്റീനയുടെ ഗാനമൊക്കെ ആലപിച്ചുകൊണ്ട് ഇങ്ങനെ ഫുട്ബോൾ ലോകകപ്പ് ഫൈനലിനെ ഇങ്ങനെ ആവേശത്തോടെ കാത്തിരിക്കുകയാണ് ഇവർ. ചെറിയ കുട്ടികളൊക്കെ ഇവിടെ ഉണ്ട്, വലിയ ആവേശത്തിലാണ്. അല്ല, ഇന്ന് ഫൈനലാണ്. എന്താ ഒരു പ്രതീക്ഷ? കപ്പ് കൊണ്ടുപോകും, കപ്പെടുക്കും, ഒരു സംശയമില്ല. ജയിക്കും, കപ്പെടുക്കും. മെസ്സി എത്ര ഗോൾ അടിക്കും? 2. മെസ്സി ഹാട്രിക് അടിക്കും. അപ്പൊ 3 ഗോളായി. അല്ല, നാളെ ഇപ്പൊ സ്കൂളിനൊക്കെ അവധി വന്നിട്ടുണ്ട്. സന്തോഷമായി. എങ്ങനെയാ ചേട്ടാ ഇതിപ്പോ എന്താ അവസ്ഥ? സ്പെയിനോട് ചെറിയൊരു പേടിയുണ്ടോ? സ്പെയിനോടും പേടിക്കേണ്ട ആവശ്യമില്ല. അർജന്റീന അവസാനത്തെ വിസിൽ മുഴങ്ങുമ്പോൾ അർജന്റീന ഇപ്രാവശ്യം വിജയിക്കും. 80 മിനിറ്റ് പിന്നിട്ടപ്പോഴാണ് കഴിഞ്ഞ പ്രാവശ്യം സെമി ഫൈനലില് ഗോളടിച്ച് ഫൈനലിലേക്ക് കടന്നത്. യാതൊരു പേടിയില്ല. അങ്ങനെ തന്നെയാണ് വിനീത, ആർക്കും ഒരു പേടിയില്ല. അർജന്റീന ആരാധകരൊക്കെ വലിയ ആവേശത്തിലാണ്, വലിയ വിജയ പ്രതീക്ഷയിൽ കൂടിയാണ് അവരുള്ളത്. എന്താ അവസ്ഥ? എന്ത് യാതൊരു സംശയമില്ല, നമ്മൾ തൂക്കിയിരിക്കും. ഇക്കൊല്ലം കപ്പ് ഞങ്ങൾ തൂക്കും. തുടർച്ചയായി 2ാം തവണ എന്തായാലും തൂക്കും. ഗോൾഡൻ ബോള് അത് ആശാൻ കൊണ്ടുപോകും അല്ല, എംബാപ്പയാണ് ഇപ്പൊ മുന്നിൽ. എംബാപ്പ ഗോൾഡൻ ബൂട്ട്. എല്ലാ ചരിത്രങ്ങളും തിരുത്തി കുറിച്ച മെസ്സിയാണുള്ളത്. ഇന്നത്തെ കളി കഴിയുന്നവരെ 90 മിനിറ്റ് വരെ എംബാപ്പന്റെ കടുത്ത ആരാധകർ വരെ പറഞ്ഞില്ലേ ഗോൾഡൻ ബൂട്ട് എംബാപ്പ കൊണ്ടുപോകുന്നുള്ളത്. ഗോൾഡൻ ബൂട്ട് മെസ്സി കൊണ്ടുപോവാ. അപ്പൊ ഒരു ഹാട്രിക് അടിക്കേണ്ടി വരും. ഹാട്രിക് അടിക്കും. കാരണം 90 മിനിറ്റ് കഴിയുന്നവരെ എംബാപ്പന്റെ ഫ്രഞ്ച് ആരാധകരെ വയ്ക്കാൻ ഒരു വിശ്വാസമില്ല. കാരണം ഇപ്പോഴത്തെ 90 മിനിറ്റ് കളിക്കുന്നതാരാ? മെസ്സിയാ. അവരുറപ്പിച്ചു വരട്ടെ കൊണ്ട് 2 ഗോളിന്റെ ലീഡ് ഉണ്ട്. ഇതിപ്പോ മുക്കത്ത് നിന്ന് കൊണ്ടുവന്ന അർജന്റീനയുടെ കൊടിയാണ്. ഇവര് പറയുന്നത് ഏതാ കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ കൊടിയെന്നാണോ? കേരളമല്ല, ഇന്ത്യ. അറിവനുസരിച്ച് ഇന്ത്യ നമ്മൾ ഗ്യാരണ്ടി പറയുന്നത് മേ ബി ചിലപ്പോ വേൾഡിലെ തന്നെ ഏറ്റവും നീളം കൂടിയ അർജന്റീനയുടെ ഉദയസൂര്യനുള്ള ഫ്ലാഗ് ഇതായിരിക്കും. വലിയ ആവേശമാണല്ലോ. ഇന്നിപ്പോ കളി കാണുമ്പോ ഒരു ടെൻഷൻ ഉണ്ടോ? നെഞ്ചിടിപ്പ് ചെറിയ ഒരു ഇന്ന് നല്ല അർജന്റീനയുടെ ഫ്രണ്ട്ലി മാച്ച് കാണുമ്പോഴും ചെറിയൊരു നെഞ്ചിടിപ്പ് ഉണ്ടാവാറുണ്ട്. കൂടുതൽ കളി തീരുന്നത് വരെ. ഇപ്പൊ പിന്നെ ആ നെഞ്ചിടിപ്പ് 80 മിനിറ്റ് വരെ നെഞ്ചിടിപ്പ് നമ്മൾ എടുത്തു. 80 മിനിറ്റിന് ശേഷം മാത്രമേ നമുക്കതിൽ പേടിയുള്ളൂ. അത്രേ ഉള്ളൂ. ആ രീതിയിലേക്ക് ടീം എത്തിയിട്ടുണ്ട്. അല്ല, സ്പെയിൻ ആയതുകൊണ്ടാണ് ചോദിക്കുന്നത്. ആ രീതിയിൽ ചെറിയൊരു പേടി. സ്പെയിനും അർജന്റീനയും തമ്മിൽ രാഷ്ട്രീയപരമായിട്ടും ഫുട്ബോൾ പരമായിട്ടും ഒരുപാട് കണക്ഷൻ ഉണ്ട്. മെസ്സി, അർജന്റീന, അതുപോലെ തന്നെ സ്പെയിനും തമ്മിലുള്ള ബന്ധം അത്രയും. കണ്ടോ വിനീത, ഇത് കേവലം ഫുട്ബോൾ വിശകലനം മാത്രമല്ല, രാഷ്ട്രീയമായിട്ടുള്ള വിശകലനത്തിൽ കൂടി മലബാറുകാർ മുന്നിലാണ്. കണ്ടോ, അതാണ്. അല്ല മോനെ, എന്താ അർജന്റീന കൊണ്ടുപോയി ഇത്തവണ കപ്പ്? അർജന്റീന ആരാധകനാണ്, മെസ്സി ആരാധകനാണ്. എത്ര ഗോൾ അടിക്കും മെസ്സി? 3 അടിക്കും, ഉറപ്പാണ്. വിനീത, അത് തന്നെയാണ്. നമുക്ക് ദൃശ്യങ്ങളിലേക്ക് കൂടി പോകാം. വലിയ ആവേശം. നോക്കൂ, എന്തൊരാവേശമാണിതെന്ന് നോക്കൂ. ഇവിടെ ഒട്ടനവധി സ്ഥലങ്ങളിൽ എനിക്ക് തോന്നുന്നു വിനീത ചോദിച്ചിരുന്നു, ഇവിടെ ഈ സ്ക്രീനിംഗ് ഒക്കെ നടത്തുന്നത്, കളി കാണാൻ വേണ്ടി ഒരുക്കുന്ന സ്ഥലങ്ങൾ നിരവധി സ്ഥലങ്ങളാണ് കോഴിക്കോട് നഗരത്തിൽ തന്നെ. കോഴിക്കോട് ആൾക്കാരെ കൂടെ എല്ലാരും കൂടെ കളിയാണത്. ഉറപ്പായി. ആരാ അർജന്റീനയുടെ പാട്ട് പാടിയത്? ആരാ? ഒന്ന് അർജന്റീനയുടെ പാട്ട് ഒന്നുകൂടി പാടി. അർജന്റീന 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 അർജന്റീന. വലിയ ആവേശം വിനീത, വലിയ ആവേശം. നിരവധി പേരിതാ ചെറുതായൊന്ന് തിരിച്ചു കഴിഞ്ഞാലേ നമുക്ക് ഈ ബീച്ചിന്റെ ഒരു ഭാഗം മുഴുവൻ കാണാം. അവിടെ മൊത്തം ഇങ്ങനെ ആരാധകർ വന്ന് നിൽക്കുന്നുണ്ട്. രാത്രി ഇവിടെ തന്നെ ഒരു വലിയ സ്ക്രീനിങ് കൂടിയുണ്ട്. അതായത് കളി കാണാനുള്ള ഒരു സൗകര്യം കൂടി ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കുറച്ച് ശരി, ഏതായാലും 16 വർഷത്തെ കാത്തിരിപ്പ് അവസാനിപ്പിക്കുമോ സ്പെയിൻ എന്നറിയണം.